ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആക്ച്വലി എന്നെപ്പറ്റി പരക്കെ ഒരു അഭിപ്രായമുണ്ട്. ഞാനങ്ങനെ വീഡിയോ ഇടാത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ വീഡിയോ ഇടാറില്ല. ഒരു വീഡിയോ ഇട്ട് 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടുന്നു. പക്ഷേ ഇന്നലെ നമ്മുടെ 3 വീഡിയോ വന്നിട്ടുണ്ട്. കാണാത്തവർ കാണുക. അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതാ സലീമേട്ടൻ പറഞ്ഞ പോലെ അതല്ല പോയിന്റ്. ഇന്നത്തെ ഈ വീഡിയോ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഏത് സിനിമയാണെന്ന് വെച്ചാൽ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പം ഞാൻ ആക്ച്വലി ഈ സിനിമ ഒരിക്കലും തിയേറ്ററിൽ പോയി കാണും എന്ന് വിചാരിച്ച ഒരാളല്ല. ഇതിൻ്റെ ഡയറക്ടർ ആണ് വൺ ഓഫ് ദ റീസൺ. ഇപ്പം നേരത്തെ നമ്മൾ കണ്ട പോലെ മനഃശങ്കര വരപ്രസാദ ഗാരു, ഡയറക്റ്റഡ് ബൈ അനിൽ കുമാർ രവിപ്പൊടി. പിന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ചിരഞ്ജീവി ഗാരു, നയൻതാര, പിന്നെ വിക്ടർ വെങ്കടേഷ് ഉണ്ട്, പിന്നെ നമ്മുടെ കാത്രീൻ ട്രീസ, സുദേവ് നായർ, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സച്ചിൻ ഖഡേക്കർ. ഈ സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കുറേ ഒന്ന് രണ്ട് സിനിമ നമുക്ക് ഓർമ്മ വരും. ഒരു തമിഴ് സിനിമ, സെയിം പ്രിമൈസ്, അതേപോലെ ഇതിനകത്തുനിന്ന് ഒരു ആക്ടർ ആ സിനിമയിലും ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നെ വിശ്വാസം എന്ന് പറയുന്ന സിനിമയാണ്. അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ നമുക്ക് വരും. പിന്നെ സംകൃതി വസ്തനത്തിൻ്റെ ഒരു വൈബ് നമുക്ക് ഈ പടത്തിലും കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്നതാ, ഈ ഡയറക്ടർ ആണ് ഈ സിനിമ കാണാൻ എൻ്റെ ഏറ്റവും വലിയ റീസൺ. കാരണം ഞാൻ ചിരഞ്ജീവി ഫാനൊന്നുമല്ല, ബട്ട് ഈ ഡയറക്ടറിൻ്റെ മുന്നേ ഉള്ള പടം ഞാൻ ഇപ്പോൾ F2, F3, ഭഗവാൻ കേസരി, ഇപ്പം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ കേസരി, പിന്നെ അപ്പം ഈ ലാസ്റ്റ് പൊങ്കലിനിറങ്ങിയ സംക്രാന്തി വസ്തുനം, ഇതെല്ലാം ഭയങ്കര കഥയോ അല്ലെങ്കിൽ ഭയങ്കര സാധനം അങ്ങനല്ല. പക്ഷേ ഒരു ഫെസ്റ്റീവ് സീസണിൽ, അല്ലെങ്കിൽ ഒരു പൊങ്കൽ സീസണിൽ, അല്ലെങ്കിൽ ഒരു സംക്രാന്തി സീസണിൽ നമുക്ക് തിയേറ്ററിൽ പോയി ആഘോഷിച്ച് ഒരു ഫാമിലിയോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളാണ് ഈ പുള്ളി ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും. അത് ഫണ്ണാണ്. ഇപ്പോൾ ഇതിനകത്ത് ഭയങ്കര കഥ, സ്റ്റോറി, ലോജിക് അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല ഈ പറഞ്ഞ സിനിമയ്ക്കകത്തൊന്നുമില്ല. പക്ഷേ ഒരു നമുക്ക് നല്ല വൈബായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളാണ്. ഇപ്പം ഭഗവാൻ കേസരി കുറച്ചുകൂടി സീരിയസ് ആണെങ്കിൽ ബാക്കി എല്ലാ പടവും, ഇപ്പോൾ ഇത് ഉൾപ്പെടെ നല്ലൊരു ഫൺ എൻഗേജിങ് വാച്ചാണ് ആക്ച്വലി. അപ്പം പുള്ളിയുടെ ക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും അങ്ങനത്തെ ഒരു സെയിം ടെംപ്ലേറ്റിൽ വരുന്ന ഒരു സിനിമയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഭയങ്കര എൻഗേജിങ്ങും അതേപോലെ എൻ്റർടൈനിങ്ങും ആയിരുന്നു സിനിമ. തെലുങ്ക് സിനിമയിൽ ഇപ്പം ചില ക്ലീഷേ കോമഡി നമ്മൾ പറയുമല്ലോ ചില സിനിമകൾക്ക്. ഇപ്പം തെലുങ്ക് സിനിമകളിൽ ക്ലീഷേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില റെഗുലർ കോമഡീസ് ഉണ്ട്. അതിലും ഉണ്ട്. ചിലതൊന്നും ലാൻഡായിട്ടില്ല, ചിലതൊന്നും പേഴ്സണലി എനിക്ക് വർക്കായില്ല. പക്ഷെ ചിലതൊക്കെ കുഴപ്പമില്ല, നമുക്ക് അതല്ലാതെ ചില സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോ മൊത്തത്തിലൊരു ഫെയർലി അല്ലെന്ന ഒരു നല്ലൊരു എൻഗേജിങ് വാച്ചാണ്, നല്ലൊരു എൻ്റർടൈനിങ് പടമാണ്. ഫൈറ്റ് ആണെങ്കിലും അതേപോലെ ഇതിലെല്ലാ ക്യാരക്ടറിനും ഒരു ഇൻട്രോ, ഒരു സോങ് ഉണ്ട്. ഇപ്പം നയൻതാര അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ശശിരേഖയാണ്. ശശിരേഖയ്ക്ക് ഒരു പാട്ടുണ്ട്. ചിരഞ്ജീവികാരുമാണ് പ്രസാദിനൊരു പാട്ടുണ്ട്. പിന്നെ വിക്ടർ വെങ്കടേഷ് വരുമ്പം പുള്ളിയുടെ പേര് വെങ്കി ഗൗഡ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുന്നത്. പുള്ളിക്കൊരു പാട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഇൻട്രോ സോങ്ങും ഇതിനകത്ത് അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാണ്. ആക്ഷൻ പരിപാടി, മാസ്, ഒരു ഫാമിലി എൻ്റർടൈനർ സാധനമാണ് അവർ പിടിച്ചിരിക്കുന്നത്. അത് നല്ല വൃത്തിക്ക് തന്നെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡയറക്ടറിനെ തന്നെയാണ്. കാരണം നമുക്ക് വളരെ എന്താ പറയുന്നത്, ഓവർ ദ ടോപ്പ് ആയി പോകും എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ നല്ല വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് പുള്ളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു.
എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ തെലുങ്ക് സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സോ മേ ബി അതുകൊണ്ടായിരിക്കണം. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു സിനിമയാണ്. സത്യം പറഞ്ഞാൽ ചിരഞ്ജീവിയുടെ മുന്നേ ഉള്ള പടം ഒന്നും എനിക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടില്ല. ചായ അടിച്ചാൽ മതി, നീ എണ്ണ അടിക്കാൻ നിൽക്കണ്ട. അപ്പം അതുകൊണ്ട് ഈ പടം കാണാം എന്ന് വിചാരിച്ചതാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു മാസ് ഫാമിലി പടം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും, ഞാനിതിൻ്റെ പ്രിമൈസിനെ കുറിച്ച് പറയാത്തത്, ഇത് നമ്മൾ കണ്ട ഒരു പ്രിമൈസ് തന്നെയാണ് ആക്ച്വലി. നായിക ഇവർ രണ്ടുപേരും സെപ്പറേറ്റഡാണ്. സെപ്പറേറ്റഡായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും 2 കുട്ടികളുണ്ട്. അപ്പം ആ കുട്ടികൾ നായകൻ കണ്ടിട്ട് കുറേ നാളായി. അപ്പം നായികയായിട്ട് റീകൺസൈൽ ചെയ്യാൻ ഒരു സിറ്റുവേഷൻ കാത്തിരിക്കുന്ന സമയത്താണ് നായികയ്ക്ക് ഒരു ശത്രു വരുന്നതും ആ ശത്രു ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നായകൻ വരുന്നതും അവരെ രക്ഷപ്പെടുത്തുന്നതൊക്കെയാണ് കഥ. സോ ഇത് നമ്മൾ കേട്ടൊരു പ്രമേസാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞ സിനിമയുടെ കഥയും ഏകദേശം ഈ ഒരു സാധനം തന്നെയാണ്. ഇവർ പിരിയാനൊരു കാരണമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രമേസിനെ കുറിച്ച് ഒരുപാട് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ സിനിമകളും ഒരു ഫൺ വാച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു പടമാണ്. അത്ര എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇതേപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് പിന്നെയും വരാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.